ഞെട്ടിയ കേസ്. ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ക്രൂരത ചെയ്യപ്പെട്ട മനസാക്ഷിയുള്ളവരെ അസ്വസ്ഥമാക്കുന്ന കേസിന് ആസ്പദമായ സംഭവം നടന്നിട്ട് പൂർണ്ണമാകുന്നത് 7 നീണ്ട വർഷങ്ങൾ. അപലപിക്കാത്തവരില്ല. അന്യായത്തിനും അക്രമത്തിനുമെതിരെ ശബ്ദമുയർത്തിയവർ തന്നെയാണ് ഈ ജനതയുടെ ഭൂരിപക്ഷവും. എന്നിട്ടും എവിടെയാണ് കേസിന്റെ വിചാരണ നടപടികൾ നീണ്ടുപോകുന്നത്? എല്ലാവരും ഉറ്റുനോക്കുന്ന നിർണായകമായ ആ അന്തിമ വിധിയിലേക്ക് ഇനി എത്ര നാളുകളാണ്? അതിജീവിതയ്ക്ക് എത്ര അകലെയാണ് നീതി? ഇപ്പോഴത്തെ വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിലെത്തുമ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നു എന്ന പരാതിയിൽ ജില്ലാ സെഷൻസ് ജഡ്ജി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറുന്നതിൽ ദിലീപിന്റെ എതിർപ്പ് തള്ളി നടപടി വരുമ്പോൾ അത് പ്രതിഭാഗത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ്. അന്വേഷണ റിപ്പോർട്ട് രഹസ്യരേഖയാക്കണമെന്ന ദിലീപിന്റെ ആവശ്യവും കോടതി പരിഗണിച്ചില്ല. ദിലീപിന് തിരിച്ചടിയായി ഹൈക്കോടതി ഉത്തരവ് വരുമ്പോൾ എവിടെയാണ് കേസിലെ അന്തിമനീതി എന്ന ചോദ്യം അതേസമയം നീണ്ടുപോകുകയും ചെയ്യുന്നു. രാഷ്ട്രീയ വൃത്തങ്ങളും നിയമപാലകരും എന്തിന് ജുഡീഷ്യറി വരെ പ്രതിഭാഗത്തിനായി സ്വാധീനിക്കപ്പെടുന്നു എന്ന ആരോപണങ്ങൾക്കിടയിൽ ചെറിയ ചോദ്യമല്ല അത്. എന്തുകൊണ്ട് അതിജീവിതയ്ക്ക് നീതി ഇപ്പോഴും അകലെ? പരിശോധിക്കുന്നു അന്തിചർച്ച. സ്വാഗതം. പാനലിൽ ചേർന്നു മുൻ SP ശ്രീ ജോർജ് ജോസഫ്, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന, ഒപ്പം സാമൂഹ്യ പ്രവർത്തകയും അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് TB മിനി എന്നിവർ ചേരുന്നു. ആദ്യം ശ്രീ ജോർജ് ജോസഫ്, അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം ഉന്നയിച്ച ഹർജികൾ തള്ളിക്കൊണ്ടുകൂടിയാണ് അത്തരം ഒരു ഉത്തരവിലേക്ക് പോയിരിക്കുന്നത്. ഒപ്പം ഈ പകർപ്പ് നൽകണം, പ്രതിഭാഗത്തിന് ദിലീപിന് നൽകണം എന്നുള്ള ആവശ്യവും കോടതി പരിഗണിച്ചിട്ടില്ല. ചോദ്യം ഇതാണ്, അന്തിമഘട്ടത്തിലാണ് വിചാരണ നടപടി, ഉറ്റുനോക്കുകയാണ് ഏത് തരത്തിലുള്ള ഒരു വിധിയാകും ഉണ്ടാകുക. ആ സമയത്ത് ഈ വരുന്ന തിരിച്ചടി അത്ര ചെറുതായിട്ട് കണക്കാക്കണ്ട അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് നമുക്കറിയാം, കോടതിയിലിരുന്ന ആ മെമ്മറി കാർഡിന്റെ ആഷ് വാല്യൂവിൽ വ്യത്യാസം വന്നു. അത് ഫോറൻസിക് എക്സ്പെർട്ട് അത് കോടതിയെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അത് ആ ആഷ് വാല്യൂ വ്യത്യാസം വന്നപ്പം അതിന്റെ ഒറിജിനൽ ദൃശ്യത്തിൽ അത് 3 പ്രാവശ്യം അത് ആരോ ടാമ്പർ ചെയ്തിരിക്കുന്നു. ഒന്ന്, കേസ് ചാർജ് ഷീറ്റ് കൊടുത്ത ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അങ്കമാലിയിൽ കുറ്റച്ചാർജ് കൊടുത്തപ്പം ആ ദൃശ്യത്തിൽ അവിടെ എന്തോ ഒരു ടാമ്പറിങ് വന്നിരിക്കുന്നു. 9/1/2018 ആ ടാമ്പറിങ്. അതിനുശേഷം അത് കമ്മിറ്റ് ചെയ്ത് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയിൽ വന്നപ്പം 13/12/2018 അവിടെ ആഷ് വാല്യൂവിന് വ്യത്യാസം വന്നു. പിന്നീട് 29/1/2021 ട്രയൽ കോടതിയിലാണ് ആഷ് വാല്യൂവിൽ വ്യത്യാസം കണ്ടതിരിക്കുന്നത്. അത് ഫോറൻസിക് റിപ്പോർട്ട് കോടതി കൊടുത്തതാണ്. അതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് ട്രയൽ കോടതി അത് പരിഗണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയൊക്കെ പോയി വന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഹൈക്കോടതി ആ ആഷ് വാല്യൂ വ്യത്യാസം വന്നതിനെപ്പറ്റി കോടതിയിലിരിക്കുന്ന ഒരു തൊണ്ടിയാണ്, പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത ഒരു തൊണ്ടിയാണ്. ആ തൊണ്ടിയിൽ ടാമ്പറിങ് വന്നിട്ടുണ്ടെങ്കിൽ അതേപ്പറ്റി ഒരു അന്വേഷണം നടക്കണം. അങ്ങനെ ഹൈക്കോടതി നിയോഗിച്ച ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഹൈക്കോടതി നിയോഗിച്ച ഒരു പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി എറണാകുളം അതേപ്പറ്റി അന്വേഷിച്ചു. കാരണം അതിനകത്ത് പോലീസിന് ജൂറിസ്ഡിക്ഷൻ ഇല്ല. കാരണം തൊണ്ടി സാധനം ട്രയൽ കോടതിയിലെ ചാർജ് ഷീറ്റ് കൊടുത്തതിന്റെ തൊണ്ടി സാധനത്തിന് കോടതിക്കകത്ത് വെച്ച ഒരു എന്തെങ്കിലും ഒരു ടാമ്പറിങ് വന്നാൽ അതിനകത്ത് പോലീസിന് ജൂറിസ്ഡിക്ഷൻ ഇല്ല. അൺലെസ് കോടതി അത് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചെങ്കിൽ മാത്രമേ പോലീസിന് അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ കഴിയുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇത് പരിശോധിച്ച് അതിനൊരു കമ്മിറ്റി, അതിനകത്ത് ഒരു പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിന്റെ അടുത്ത് പറഞ്ഞു ഒരു അന്വേഷണം നടത്താൻ പറഞ്ഞു. അതേപ്പറ്റി 30 ദിവസത്തിനകം ഒരു റിപ്പോർട്ട് കോടതി കൊടുക്കാൻ പറഞ്ഞു. ആ കോടതി കൊടുക്കാൻ പറഞ്ഞ ആ റിപ്പോർട്ട് അതിന്റെ ഒരു അവകാശം അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആ റിപ്പോർട്ടിന്റെ പകർപ്പ് വേണം എന്നാണ് കോടതിയിൽ പറഞ്ഞത്. പക്ഷേ കോടതി ശരി കൊടുക്കാം, അത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. അതിന് ഒബ്ജക്ഷൻ പറഞ്ഞു ദിലീപിന്റെ അഡ്വക്കേറ്റ് പറഞ്ഞത് കൊടുക്കാൻ പാടില്ല, അവർക്ക് കൊടുക്കുന്നെങ്കിൽ അവർക്കും അതിന്റെ ഒരു കോപ്പി വേണം. പക്ഷെ അങ്ങനെ കൊടുക്കാൻ പാടില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെടുത്ത ഒരു തൊണ്ടി സാധനം
അതിനൊരു ആഷ് വാല്യൂ ടാമ്പറിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടതി തന്നെയാണ് അത് അന്വേഷിക്കാൻ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഏതായാലും ആ ലെവലിലേക്ക് കാര്യങ്ങൾ വന്നു. ഇപ്പം ഹൈക്കോടതി അതിന്റെ കോപ്പി കൊടുത്തു. അത് പ്രതിക്ക് അതിനകത്ത് യാതൊരു റൈറ്റുമില്ല. കോടതിക്ക് അത് മനസ്സിലായി. കോടതിക്ക് അങ്ങനെയാണ് അവർക്ക് കോപ്പി കൊടുക്കാത്തത്. കാരണം ഒരു തൊണ്ടി സാധനം റിക്കവർ ചെയ്ത് അതിന്റെ തീർച്ചയായിട്ടും അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അതിന്റെ ഉത്തരവാദി. അദ്ദേഹം തന്നെയാണ് കോടതി കൊടുത്തത്. അത് ഈ കേസിന്റെ ബേസിക്കായ ഒരു എവിഡൻസ് ആണ്, ആ മെറ്റീരിയൽ ഓബ്ജക്റ്റ്. അതിനകത്ത് ടാമ്പറിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേസേ നിലനിൽക്കത്തില്ല. അതുകൊണ്ടാണ് ആ അതിജീവിത അതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ ഇപ്പം അതിന്റെ ആ റിപ്പോർട്ട് എന്താണ് സംഭവിച്ചത്, ഈ 3 ഡേറ്റില് ഈ ദൃശ്യത്തിൽ അല്ലെ ഈ മെമ്മറി കാർഡിൽ എന്ത് സംഭവിച്ചു, ടാമ്പർ ചെയ്തിട്ടുണ്ട്, എങ്ങനെ, എന്ത്, ആര്, ഇനി അതിലെന്ത് നടപടിയാണ് ആ കമ്മീഷൻ ഹൈക്കോടതിയിൽ റെക്കമെൻഡ് ചെയ്തത് നമുക്കറിയത്തില്ല. അതിന്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ അതിജീവിതയ്ക്ക് അതേ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഹൈക്കോടതിയിൽ വീണ്ടും അപ്രോച്ച് ചെയ്ത് അതിന് എന്ത് നടപടി സ്വീകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാം. കാരണം അല്ലെങ്കിൽ അത് ട്രയൽ കോടതി അതായത് ഒരു സമഗ്രമായ ഒരു അന്വേഷണം ഇതിനകത്ത് കൂടി ഒരു ശ്രീ ജോർജ് ജോസഫ് സമഗ്രമായ ഒരു അന്വേഷണത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കുക. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ പറഞ്ഞതുപോലെ ടാമ്പർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഒരു റീ ഇൻവെസ്റ്റിഗേഷൻ തന്നെ വേണമെങ്കിൽ ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് വരിക. അതിനൊക്കെയുള്ള സാധ്യതകൾ ബാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കൂടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്നുകൂടി അനുമാനിക്കണം. അത് എന്തായാലും ഹൈക്കോടതി അല്ലെങ്കിൽ ട്രയൽ കോടതി തീരുമാനിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ് ഈ പറഞ്ഞ പോയിന്റ് വരുന്നത്. കാരണം അതിന് പ്രത്യേക ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിന്റെ കംപ്ലൈനന്റ് ട്രയൽ കോടതി ആയിരിക്കും. കാരണം ആ കോടതി ഇരുന്നതിനാണ് ടാമ്പറിംഗ് ഉണ്ടെന്ന് ഹൈക്കോടതി ഇപ്പം കണ്ടെത്തി ആ റിപ്പോർട്ടിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ട്രയൽ കോടതി ജഡ്ജാണ് തീരുമാനിക്കുന്നത് അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുമോ, അത് എന്ത് സംഭവിച്ചതെന്ന് ഉള്ള. കാരണം അത് ഒറിജിനലായിട്ട് മെറ്റീരിയൽ ഓബ്ജക്റ്റിൽ എന്തെങ്കിലും ടാമ്പറിംഗ് വന്നാൽ കേസ് നിലനിൽക്കത്തില്ല. അതാണ് അതിനകത്ത് ഇത്രയും ശക്തമായിട്ട് പ്രോസിക്യൂഷൻ നിന്നത്. കാരണം ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അത് ടാമ്പർ ചെയ്തു എന്നുള്ള എവിഡൻസ് ഇപ്പം ഫോറൻസിക് എവിഡൻസ് വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി അത് നമുക്ക്, കാരണം അത് എക്സ്പെർട്ട് നോക്കി പരിശോധിച്ച് കണ്ടെത്തി അത് ഹൈക്കോടതിക്ക് ബോധ്യം വന്നെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഒരു കമ്മീഷനെ വെച്ചത്, സ്പെഷ്യൽ ജില്ലാ ജഡ്ജി, പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി അന്വേഷിക്കാനും പറഞ്ഞത്. പക്ഷെ ഈ ഒരു കാര്യം അനൂപ് എന്ന് പറഞ്ഞാൽ അല്ല, ഈ ദിലീപിന്റെ ബ്രദർ അനൂപിന്റെ ഒരു ടോക്ക് ഇതിനകത്തുനിന്ന് റെക്കോർഡ് ചെയ്തത് അത് ബോംബെ കൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് അത് റിട്രീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടോക്ക് ഇതിനകത്ത് വലിയ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ആ ഒരു ഭാഗത്തെപ്പറ്റി കോടതി, ട്രയൽ കോടതി ചിലപ്പം ഒരു തീരുമാനം എടുക്കും, അല്ലെങ്കിൽ ഹൈക്കോടതി ഡയറക്ഷൻ കൊടുക്കും. കാരണം അതിനെ സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ ഒക്കില്ല. കാരണം കോടതിയിൽ പോയി കഴിഞ്ഞ മെറ്റീരിയൽ ഓബ്ജക്റ്റ് ആണ്. അപ്പൊ അതേപ്പറ്റി കോടതിക്കാണ് അതിന്റെ ലൈബിലിറ്റി, കോടതിയാണ്. ഒറ്റ കാര്യം കൂടെ ഞാൻ അതിന്റെ മറ്റു തലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്. അതായത് വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിൽ നിൽക്കുന്ന സമയത്തു കൂടിയാണ് ഇത്തരൊരു നടപടിയിലേക്ക് കോടതി കടന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കോടതി തീരുമാനിക്കേണ്ടതാണ് അതൊരു മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ തലത്തിലേക്ക് കടക്കുമോ എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അന്വേഷണം വീണ്ടും മറ്റൊരു തലത്തിലേക്ക്, വീണ്ടും ഒരു തലത്തിലേക്ക് തുടങ്ങാനുള്ള ഒരു സാധ്യത, അതനുസരിച്ച് കേസ് നീണ്ടുപോകാനുള്ള സാധ്യതയെല്ലാം സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഉണ്ടായേക്കാം. അത് അന്വേഷണ ഉദ്യോഗസ്ഥനും അതുപോലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ഈ ആ റിപ്പോർട്ട് നാളെ മറ്റന്നാൾ അവർക്ക് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് വലിയ ദൂഷ്യമില്ലെങ്കിൽ ഇത് മിക്കവാറും മാർച്ച് 31-നകം ട്രയൽ തീരും. ഒരു മാസത്തിനകം ട്രയൽ തീരുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ട്രയൽ തീരും. അത് കഴിഞ്ഞാൽ പിന്നെ, കാരണം മെറ്റീരിയൽ ഓബ്ജക്റ്റിന്, മെയിൻ ഓബ്ജക്റ്റിന് യാതൊരു ടാമ്പറിംഗ് ഇല്ല. ടാമ്പർ ചെയ്തിട്ടുണ്ടാവും ആരോ, ടാമ്പറിംഗ് ഇല്ലെങ്കിൽ എന്നുള്ളതാണ്. പക്ഷേ ടാമ്പറിംഗ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അതൊരു വലിയ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവിലേക്ക് കടക്കും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഉത്തരവ് തന്നെ അതിലേക്ക് വഴി തുറക്കുന്നതാണ് സ്വാഭാവികമായിട്ടും. അല്ല, ടാമ്പറിംഗ് ഞാൻ ഉദ്ദേശിച്ചത് ആരെങ്കിലും ഒരു കോപ്പി എടുത്തതോ ഉള്ളൂ, പ്രിന്റ് അതിന്റെ ഒരു കോപ്പി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ മെറ്റീരിയൽ ഓബ്ജക്റ്റിന് വലിയ പ്രശ്നമില്ല. ഒറിജിനൽ മെറ്റീരിയൽ ആസ് ഇറ്റ് ഈസ് അവിടെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയ ശേഷം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരത് പരിശോധിക്കും. മെറ്റീരിയൽ ഓബ്ജക്റ്റിന് ഒരു പ്രശ്നമില്ല, അതിന്റെ കോപ്പി എടുത്തുകൊണ്ട് പോയതോ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ട്രയൽ ഒരു 30 ദിവസത്തിനും അല്ലെങ്കിൽ അടുത്ത മാർച്ച് 31-നകം തീരും.
കാരണം അതിന്റെ അവസാന സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇത് വലിച്ചു നീട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുമോ ഇല്ലയോ നമുക്കറിയാനോ അതിനുള്ള സ്കോപ്പ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് ഈ കിട്ടുന്ന റിപ്പോർട്ടിന്റെ ഹൈക്കോടതി റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അത് ചെയ്യിക്കാൻ ഒക്കുള്ളൂ. അത് 2-3 ദിവസത്തിനകം അതിന്റെ വിവരങ്ങൾ പുറത്തു വരും. കേസ് നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. അതിലേക്ക് ഞാൻ വരാം. അതിന് മുൻപ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവം, ഈ ഉത്തരവ് അത് ഏത് തരത്തിൽ കേസിനെ ബാധിക്കുന്നു എന്ന് ചോദിക്കാൻ അഡ്വക്കേറ്റ് ടി ബി മിനി, പ്രതിഭാഗത്ത് നിന്ന് ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങളെല്ലാം തള്ളിക്കൊണ്ട് കൂടിയാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത് പരിശോധിച്ച ശേഷം അറിയുന്ന കാര്യങ്ങളുടെ വളരെ നിർണായകമായിട്ടുള്ളൊരു തലത്തിലേക്ക്, അങ്ങനെ ഇതുവരെയുള്ള അനുമാനങ്ങളിൽ നിന്ന് വെച്ച് ഇതെത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയായി പ്രതിഭാഗത്തിന് മാറുന്നു? മറ്റൊരു തലം ഈ കേസിലേക്ക് തുറക്കാനുള്ള സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല, അത് തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി ഈ കേസില് അന്ന് ജഡ്ജ്മെന്റ് പറഞ്ഞപ്പോ തന്നെ കേൾക്കാമോ? കേൾക്കാം. അതായത് ഈ ട്രയലുമായിട്ട് ഈ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ വിഷയത്തിനെ കണക്ട് ചെയ്യേണ്ടതില്ല, അതൊരു ഈ ട്രയലിനെ ബാധിക്കരുത് എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മെമ്മറി കാർഡില് നേരത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞു, ഞാനിപ്പോ ട്രയൽ കോടതിയിൽ ട്രയലിന്റെ ഭാഗമായ ഒരു അഡ്വക്കേറ്റ് ആണ് വിക്ടിമിന് വേണ്ടി. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ കേൾക്കുന്ന ആളുകൾ എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്നും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല. അതുകൊണ്ട് ഇത് അറിയാൻ ആഗ്രഹിക്കുന്നവർ ക്ഷമിക്കണം. നമുക്ക് ഈ വിഷയം മാത്രം നമുക്ക് എന്റെ ചർച്ചയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തിയുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട ധാരാളം വിഷയം അതിലുണ്ട്. അതുകൊണ്ടാണ് ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ എന്ന രീതിയിൽ നമ്മൾ ഹൈക്കോടതിയിൽ ഈ കേസ് കൊടുത്തത്. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തില്ല എന്ന് പറഞ്ഞു. ഹൈക്കോടതിയുടെ തന്നെ ഒരു ഇന്റഗ്രിറ്റിയെ വലിയ രീതിയിൽ വികസിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു അക്കാര്യത്തിൽ ഉണ്ടായത്. അതിനുശേഷം അന്വേഷണം നടന്നു. അന്വേഷണത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളതും റിട്ടേൺ വെർഷൻ കൊടുക്കാനുള്ളതും ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഞാൻ അത് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പൊ ഹൈക്കോടതി ഇന്ന് അതില് നമ്മൾക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയാലേ അതിന്റെ ഉള്ളിൽ എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റൂ. അങ്ങനെ വരുമ്പോ പ്രതിഭാഗം ഏറ്റവും കൂടുതൽ ഒബ്ജക്ട് ചെയ്തത് നമ്മൾ മീഡിയ ആയിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് പറയുന്നതാണ്. ഇത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒളിച്ചു വെക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമേ ഇല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു വിഷയം ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് അതിന്റെ ഒരു റിപ്പോർട്ട് അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അതാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മറച്ചു വെക്കണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതിന്റെ പേരിലാണ് 8ാം പ്രതിയായിട്ടുള്ള വ്യക്തി അതിന് ഒബ്ജക്ട് ചെയ്തത്. 8ാം പ്രതിക്ക് ഇതിൽ എന്ത് താല്പര്യം എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾക്ക് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും 8ാം പ്രതിനെ ഞങ്ങൾ ആരും അക്യൂസ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് വിക്ടിം അക്യൂസ് ചെയ്തിട്ടില്ല. നമ്മൾക്ക് അതിന്റെ നിജസ്ഥിതിയാണ് അറിയേണ്ടത്. ആര്, എന്തിന്, എങ്ങനെ. അത് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ റിപ്പോർട്ട് കിട്ടാതെ എനിക്ക് അതിനെ സംബന്ധിച്ച് ഒന്നും പറയാൻ പറ്റില്ല. റിപ്പോർട്ട് കിട്ടിയാൽ എനിക്ക് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അത് പറയാനായിട്ടുള്ളത് പറയേണ്ട കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് കഴിയുകയും ചെയ്യും. പ്രതിഭാഗത്തിന് ഇത് വ്യക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ്. പ്രതിഭാഗം ഉന്നയിച്ച ഈ ആവശ്യങ്ങൾ, അതായത് ഈ പറഞ്ഞതുപോലെ പ്രതിഭാഗത്തിന് തിരിച്ചടിയാണെന്ന് പറയല്ലേ പറഞ്ഞു. അതായത് പ്രതിഭാഗം ഇതിൽ യഥാർത്ഥത്തിൽ കക്ഷിയാകേണ്ട ഒരാള്. കാരണം കോടതിയിലിരുന്ന ഒരു ഡോക്യുമെന്റ്, കോടതിയുടെ ചെസ്റ്റിലിരുന്ന ഒരു ഡോക്യുമെന്റ്, അതിലാണ് ഈ ഭേദഗതി വരുന്നത്. ഹാഷ് വാല്യൂവിൽ ചേഞ്ച് വരുന്നത്. നമ്മളിപ്പോ ഇലക്ട്രോണിക് മീഡിയകളാവുമ്പോൾ ഹാഷ് വാല്യൂവിൽ ചേഞ്ച് വരുന്നത്. അപ്പൊ അതില് പ്രതിഭാഗത്തിന് യഥാർത്ഥത്തിൽ 8ാം പ്രതിക്ക് ഇതിൽ യാതൊരു റോളും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ ഒരു സ്ഥലത്തും ഈ 8ാം പ്രതിയാണ് ഇത് ചെയ്തതെന്ന് ആരോപിച്ചിട്ടേ ഇല്ല. ഇത് റിപ്പോർട്ട് വരുമ്പോ ചിലപ്പോ
ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഏതായാലും ഞങ്ങള് കണ്ണുമടച്ച ഒരാളെ നമുക്ക് ആരോപിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഈ സൊസൈറ്റിയിലെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരു നീതി സംവിധാനം എന്ന നിലയിൽ അതിന്റെ ചെസ്റ്റിലിരിക്കുന്ന ഏത് ഡോക്യുമെന്റും അത് അത്രമാത്രം സുരക്ഷിതമായി വെക്കേണ്ടതാണ്. ഈ ഒരു കേസിൽ മാത്രമല്ല, ഈ കേസിൽ തന്നെ അത്തരം ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ്. നമുക്ക് എവിഡൻസിൽ നമ്മൾക്ക് അഡ്മിറ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ എവിഡൻസ് ആക്ട് പോലും നമ്മൾ ഭേദഗതി ചെയ്തു, പുതിയ നിയമങ്ങൾ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഇതുപോലത്തെ സെക്സ് അസൾട്ടുമായി ബന്ധപ്പെട്ട എത്രയോ കേസുകൾ ഇനി വരും. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ കൂടി പറഞ്ഞ ഒരു വിധിയായിരുന്നു അത്. അതിനെ വേണ്ടത്ര നമ്മൾ ചർച്ച ചെയ്തില്ല. നിങ്ങൾക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്തില്ല. കാരണം അത് എങ്ങനെയാണ് ഓരോ കുട്ടിക്കും അല്ലെങ്കിൽ ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ സ്ത്രീക്കും കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായാലും അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവ് ഉണ്ടാകത്തക്ക വിധത്തിൽ ഒരു മീഡിയയും ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരു സെപ്പറേറ്റ് കേസാണ്. അതൊരു സെപ്പറേറ്റ് കേസാണ്. അതിൽ ആവശ്യമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താമെന്ന് കോടതിയോട് പറഞ്ഞിരുന്നതാണ്. എനിവേ ചിലപ്പോ ആവശ്യമില്ല എന്ന് കോടതിക്ക് തോന്നി കാണും. റിപ്പോർട്ട് വരുമ്പോഴേ നമുക്കത് പറയാൻ കഴിയും. അത് ഈ ട്രയലിനെ അത് ഒരു തരത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ ചർച്ചയുടെ ഫോക്കസ് എന്ന് പറയുന്നത് 7 വർഷമായിരിക്കുന്നു ഇങ്ങനെ ഒരു കേസ്. 7 നീണ്ട വർഷങ്ങൾ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം. അത് ഒരാളുടെ അതിജീവിതയുടെ നീതിക്കായിട്ടുള്ള ഒരു പോരാട്ടത്തിന് 7 വർഷം കൂടി കടന്നു പോകുമ്പോൾ അത് തന്നെയാണ് ചർച്ചയുടെ ഫോക്കസ്. പക്ഷേ ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന വിഷയം കൂടി ചോദിച്ചു പോകുമ്പോൾ രാഹുൽ ഈശ്വർ കോഴിക്കട്ടവന്റെ തലയിൽ എന്ന് പറയുന്ന ഒരു ഫ്രേസ് എന്തുകൊണ്ടാണ് ഓർമ്മ വരുന്നതെന്നറിയില്ല. 8ാം പ്രതിക്ക് ഈ കേസിനകത്ത് ഒരു റോളും ഉണ്ടാകേണ്ട കാര്യമില്ല, അക്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നിട്ടും ഈ കാര്യങ്ങൾ, ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് വിക്ടിമാണ്. അതൊരു വിക്ടിമിന്റെ പ്രൈവസിയാണ്. ആ പ്രൈവസിയിൽ നിന്നുകൊണ്ട് വിക്ടിം പറയുന്നത് ഈ കാര്യങ്ങൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷേ കാര്യങ്ങൾ മറച്ചു വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നത് പ്രതിഭാഗത്തിനാണ്, 8ാം പ്രതിക്കാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ആവശ്യങ്ങൾ ഹർജിയായി കോടതിക്ക് മുന്നിലെത്തുന്നു. അത് ന്യായമല്ല എന്ന് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു റോളും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ഇനിയിപ്പോൾ റിപ്പോർട്ട് വരുമ്പോൾ റോളുണ്ടോ ഇല്ലയോ എന്നുള്ളത് വരട്ടെ, പക്ഷെ അതിനു മുൻപ് തന്നെ ഒരു സന്ദേശം കൃത്യമായിട്ട് പുറത്തേക്ക് നൽകുന്നുണ്ട്. എന്തിന് ഈ റിപ്പോർട്ട് പരസ്യമാക്കാതിരിക്കണം എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരം ഒരുപക്ഷെ ആ ഹർജിയിലെല്ലാം ഉണ്ടായിരിക്കുമോ? അപർണജി, കോഴിക്കട്ടവന്റെ തലയിലെ പഴമൊഴി മാത്രമല്ല മലയാളത്തിൽ വേറൊരു പഴമൊഴിയുണ്ട്. ആരാൻ്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസമാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നല്ല രസമാണ്. അതുകൊണ്ട് ഒരുപാട് പഴമൊഴികളുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. 2, മിനി മാഡത്തെ വ്യക്തിപരമായി തന്നെ ഒരു ആദരം അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ട്രയലിനെ ബാധിക്കില്ലെന്നും ഇത് 2 കേസാണെന്നും പറഞ്ഞാൽ ലീഗൽ ഓണസ്റ്റിക്ക് അല്ലെങ്കിൽ ആ ഇന്റലക്ച്വൽ ഓണസ്റ്റിക്ക് പ്രണാമം അർപ്പിക്കുന്നു. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇത് 2 വ്യത്യസ്ത കേസാണ്. 3, ഈ ബാക്കിയുള്ളവരോട് 3ാമത്തെ പോയിന്റ്, നമ്മൾ ആത്മവഞ്ചന പലപ്പോഴും നമ്മൾ നടത്തരുത്. എത്ര തവണ ഈ ചർച്ചയിൽ ടാമ്പറിംഗ് എന്ന വാക്ക് വന്നു? 9 തവണ വന്നു. ആ റിപ്പോർട്ടിൽ ഒരു തവണയെങ്കിലും ടാമ്പറിംഗ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? എത്ര ഡിസോണസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അയ്യോ, ഓൾറെഡി പബ്ലിക് ഡൊമൈനിൽ വന്ന ദീപ മാഡത്തിന്റെ ഫോറൻസിക് റിപ്പോർട്ടില്ലേ, അതിനെക്കുറിച്ചാണ്, അതാണല്ലോ ഈ റിപ്പോർട്ട് വന്നത്. ഈ വിവോ ഫോണിൽ ഇട്ടു എന്ന് പറഞ്ഞത്, അതിൽ ഒരു തവണ പോലും ടാമ്പറിംഗ് എന്ന വാക്കില്ല, ഒരു തവണ പോലും ചോർച്ച എന്ന വാക്കില്ല, ഒരു തവണ പോലും ബാക്കി ഏതെങ്കിലും കാര്യത്തിന്റെ വാക്കില്ല. പക്ഷേ നമ്മുടെ ചർച്ചയിൽ ചോർച്ച, ചോർന്നു, ഹാഷ് വാല്യൂ മാറി. എന്തിന്റെ മാറി? അശ്വത്ഥാമാവ് എന്ന ആനയെ കൊന്നു എന്ന് പറയുന്നത് പോലെയാണ്. അതായത് യഥാർത്ഥത്തിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആങ്കർമാരെ സംബന്ധിച്ച് ലീഗൽ ടേംസ്, ഇപ്പൊ രാഹുലിനും നമുക്കും അറിയാവുന്നത് പോലെ ലീഗൽ ടേംസ് അവർക്ക് അറിയണമെന്നില്ല. അപ്പൊ അവരത് അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ എല്ലാരെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഞാൻ അപർണാജിയെ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ അപർണാജിയെ അല്ല. 9 തവണ പക്ഷേ ടാമ്പറിംഗ് എന്ന വാക്ക് ഇവിടെ വന്നു. അപ്പം പൊതുജനം ഇത് കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കും? നമ്മളെല്ലാം കോടതി ബഹുമാനിക്കുന്നവരല്ലേ. എനിക്ക് വലിയ നിയമപരിചയമൊന്നുമില്ല, മിനി മാഡത്തിന്റെ 100-ലൊന്നും അറിയില്ല. ഞാനിപ്പോ എൻറോൾ അല്ല ആയിക്കോട്ടെ, അത് പൊക്കോളൂ, എന്റെ അവസരം കഴിഞ്ഞിട്ട്. അപ്പൊ ഈ ടാമ്പറിംഗ് എന്ന് പറയുന്നത് മനഃപൂർവ്വം മിസ്ലീഡ് ചെയ്യാനല്ലേ? ആ ടാമ്പറിംഗ് ഉണ്ടായോ? ചോർച്ച ഉണ്ടായെന്ന റിപ്പോർട്ടിൽ എവിടെങ്കിലും ഉണ്ടോ?
അൺഓതറൈസ്ഡ് ആക്സസ് എന്നാണ് ആ റിപ്പോർട്ടിൽ, ദീപ മാഡത്തിന്റെ ഫോറൻസിക് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന വാക്ക് അൺഓതറൈസ്ഡ് ആക്സസ് എന്നാണ്. അല്ലെങ്കിൽ എന്നെ തിരുത്താം, ആ ജോർജ് ജോസഫ് സാറിനോ അല്ലെങ്കിൽ മിനി മാഡത്തിനോ അല്ലെങ്കിൽ ശ്രീജിത്ത് പെരുമനയ്ക്കോ തിരുത്താം. അപ്പോ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രിസിഷൻ ഇല്ലാതെ, മൂർച്ചയില്ലാതെ പറയുന്നത് ശരിയാണോ? തീർന്നില്ല. ജുഡീഷ്യറി പോലും സ്വാധീനിച്ചു എന്ന ആരോപണം, ആരുടെ ആരോപണം? അവിടെയാണ് ഇതിന്റെ ലീഗൽ സ്ട്രാറ്റജി എന്താണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. കേസിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുക. എന്റെ ധാരണ ശരിയാണെങ്കിൽ 20 ദിവസത്തോളമുള്ള ചീഫ് എക്സാമിനേഷൻ കഴിഞ്ഞു. 3 ദിവസത്തെ ക്രോസ് എക്സാമിനേഷൻ നമ്മുടെ ശ്രീ ബൈജു പോലോസിന്റെ കഴിയുകയുണ്ടായി. കേസ് ഇനിയും സ്വാഭാവികമായി പോയാൽ ഒരുപക്ഷെ 3-4 മാസം, ജൂണിലോ മറ്റും തീരും. അപ്പൊ ഈ കേസ് തീരാതെ വീണ്ടും എങ്ങനെങ്കിലും തുടരണം. ശ്രീ അപർണയ്ക്ക് ആ താല്പര്യം ഉണ്ടെന്നല്ല, പക്ഷെ ഇത് ആഗ്രഹിക്കുന്നവർ ആ കേസ് ഇനി വീണ്ടും പോകണം. ഗണപതി കല്യാണം പോലെ ഇതിനൊരു അവസാനമില്ലാതെ ഇങ്ങനെ പോകണം. അതിനൊരു കാരണമുണ്ട്. കാരണം നാളെ കോടതി ദിലീപിനെ പൂർണ്ണമായി കുറ്റവിമുക്തനാക്കുമ്പോൾ, ദിലീപ് നിരപരാധിയാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഇന്ന് ദിലീപിനെതിരെ നിൽക്കുന്ന ദിലീപ് വിരോധികളോട് വലിയൊരു ജനരോഷം ഉയരും. കാര്യം ഇത്രയും കാലം പൊതുജനങ്ങളെ കൂടെ പറ്റിച്ചതാണല്ലോ എന്ന് മനസ്സിലാക്കും. അപ്പോ ആ ജനരോഷത്തെ ബ്ലണ്ട് ചെയ്യാനായി, അല്ലെങ്കിൽ ആ ജനരോഷം അതെങ്ങനെയാണ് രാഹുൽ ഒരു വിക്ടിമിനെ എനിക്ക് അതിലൊക്കെ അത് ഭയങ്കര അട്ടർ റബ്ബിഷ് ആയിട്ടാണ് തോന്നുന്നത്. ഒരു വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം 7 വർഷമായിട്ട് ഒരു കേസ് നീണ്ടുപോകുമ്പോൾ എന്താണ്? അല്ല ഒരു സെക്കൻഡ്, അല്ല അപർണ, വിക്ടിമിനെ കുറിച്ച് ആര് പറഞ്ഞു? ശ്രീമതി നമ്മുടെ എല്ലാ ഇഷ്ടപ്പെട്ട അതിജീവിത അല്ല മറുഭാഗത്ത്. ഇവിടെ 2 പേരാണ് മറുഭാഗത്ത്. ഇവിടെ ശ്രീ ദിലീപും, മറുഭാഗത്ത് പോലീസിൽ ഈ കേസ് ഗൂഢാലോചന നടത്തി മനഃപൂർവ്വം ദിലീപിനേക്ക് വലിച്ചഴച്ച ആൾക്കാരും. അവർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതിജീവിത നമ്മുടെ എല്ലാ അഭിമാനമാണ്, വേദനയാണ്. അതിജീവിതയെ മുമ്പിൽ വെച്ച് ദിലീപിനെതിരെയുള്ള കരുക്കൾ നീക്കുകയാണ്. അതിജീവിതയല്ല, അതിജീവിതയ്ക്ക് ശ്രീ ദിലീപ് ഇതിൽ ഉൾപ്പെട്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ലല്ലോ. അതിജീവിത ഈ പോലീസ് റിപ്പോർട്ടും അല്ലെങ്കിൽ മാധ്യമ റിപ്പോർട്ടും മാത്രമല്ലേ അറിയൂ. അതിജീവിതയ്ക്ക് ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ അറിയില്ല. പക്ഷേ അതിജീവിതയുടെ വേദന വളരെ ക്ലെവറായിട്ട്, ബുദ്ധിപൂർവ്വം മുമ്പിലോട്ട് വെച്ച് ദിലീപ് വിരോധികൾ നടത്തുന്ന കളിയാണിത്. ഇത് ദിലീപ് വേഴ്സസ് അതിജീവിതയല്ല, ദിലീപ് പോലീസ് കോൺസ്പിറസി അല്ല. കേരള പോലീസ് എന്ന മഹത്തരമായ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ 1% അല്ലെങ്കിൽ 0.1% വരുന്ന പുഴുക്കുത്തുകളും ചില പോലീസ് ഓഫീസർമാർ നടത്തുന്ന നാടകമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് അതിജീവിതയും തിരിച്ചറിയും. കാര്യം അതിജീവിതയെ അടക്കം ഇവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാകാം. ശ്രീ ദിലീപാണ്. അതിജീവിതയ്ക്ക് എങ്ങനെയാ ഇത് അറിയാൻ കഴിയുക? അതിജീവിതയ്ക്ക് പൾസർ സുനിയിൽ നിന്നുള്ള ദുരനുഭവം മാത്രമല്ലേ അറിയാവൂ. പക്ഷെ ഇതിന്റെ പിന്നിൽ ദിലീപാണെന്ന് വലിച്ചഴിച്ച് വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്ത് ആ ഫോട്ടോഷോപ്പ് പത്രങ്ങൾക്ക് നൽകിയെന്ന് DGP ശ്രീലേഖ വരെ പറഞ്ഞ ആ പ്രത്യേക പോലീസുകാരാണ് ഇതിന്റെ പിന്നിൽ. അത് ഒരു പ്രത്യേക പോലീസുകാരനാണ്. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഓവർസീ ചെയ്തൊന്നുമല്ല, ഞാൻ പേര് പറയുന്നില്ല, ഇന്നല്ലെങ്കിൽ നാളെ വരും. അപ്പോ ആ പോലീസുകാർ നടത്തുന്ന, ഇപ്പോ പ്രത്യേകിച്ച് കോടതിയുടെ പരിഗണനയിൽ ചീഫും ക്രോസും നടത്തുന്നവർ നടത്തുന്ന നാടകമാണ് ഇത്. ദിലീപ് വേഴ്സസ് അതിജീവിത എന്ന് പറയുന്നത് അവരെ രക്ഷിക്കാനാണ്. ഈ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയവരെ രക്ഷിക്കാൻ ആ അതിജീവിതയുടെ അത്രയും വലിയ ഒരു കോൺസ്പിറസി തിയറിയുമായിട്ട് രാഹുൽ മുന്നോട്ട് പോകുമ്പോൾ TB മിനി ഇതിനകത്ത് നീണ്ടു പോകുന്ന ഒരു കേസ് അത് വിക്ടിമിനെ ബാധിക്കുന്നുണ്ട്, അത് പ്രതിഭാഗത്തെയും ബാധിക്കുന്നുണ്ട്. പക്ഷേ അത് വിക്ടിമും അറിഞ്ഞിട്ടല്ല, അത് പ്രതിഭാഗവും അറിഞ്ഞിട്ടല്ല. പകരം ഇത് നടക്കുന്നത് ഈ രീതിയിലുള്ള ഒരു കോൺസ്പിറസി തിയറിയുടെ പുറത്താണ് എന്ന് പറയുന്ന ഒരു വാദമുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അത് കേൾക്കുന്നവർക്ക് ഏത് തരത്തിലാണ് ദഹിക്കുക എന്നുള്ള ഒരു വിഷയം. പക്ഷെ ആ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ പല തരത്തിൽ പല ഭാഗത്തു നിന്ന് ഉയർന്നു വന്നതുമാണ്. രാഹുൽ ഇത് ആദ്യം മുതൽ പറയണതല്ലേ, നമ്മൾ അതിന് അങ്ങനത്തെ ഗൗരവത്തിലിരുന്നാൽ മതി. പിന്നെ അതുകൊണ്ട് എന്താ എനിക്ക് രാഹുൽ അപർണ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അത് രാഹുലിന് മനസ്സിലാവും. കാരണം ഞാൻ ട്രയലിരിക്കുകയാണ്, എനിക്ക് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതൊരു കള്ളക്കേസൊന്നുമല്ല, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുമില്ല. അത് എനിക്കും രാഹുലിനോട് പറയാനുള്ളത്, വിധി വരുമ്പോ മനസ്സിലാവും എന്നുള്ളത് തന്നെയാണ്. നമ്മള് എല്ലാവരും കാത്തിരിക്കുകയാണല്ലോ, ഞങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് കഠിനമായി. അത് നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്ന് പറയുന്നതാണ് പ്രധാനം. അത് ഞാൻ ഈ കേസിൽ കാണുന്നത്, ഈ കേസിൽ തെളിവുണ്ടാക്കി കൊടുത്തത് മുഴുവനും ഓരോരോ ഘട്ടങ്ങളിലായിട്ട് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ വരുന്ന പല പല കാര്യങ്ങൾ കൊണ്ടാണ്. അല്ലാതെ ഇത് എത്ര പ്രാവശ്യം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് പിന്നെ റീഇൻവെസ്റ്റിഗേഷൻ നടത്തി, പിന്നെയും ഒരു റീഇൻവെസ്റ്റിഗേഷൻ നടത്തി, അങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മള് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു അതിജീവിതയ്ക്ക്, ഒരു വിക്ടിമിനെ എത്രയും പെട്ടെന്ന് ട്രയൽ നടന്ന് അവസാനിച്ച് അവർക്കൊരു നീതി കിട്ടണമെന്നാണ്.
പക്ഷെ അത് പ്രതിക്കും ഒരു പരിധി വരെ ആ അവകാശമുണ്ട്. പക്ഷെ അപ്പോഴും നീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കുറച്ച് വൈകി പോയാലും നീതി നടപ്പിലാവുക എന്ന് പറയുന്നതാണ്. അത് നടപ്പിലാവട്ടെ. ഈ സ്റ്റേറ്റിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള പോലീസുകാർ അടക്കം ആരോപണ വിധേയരായി നിൽക്കുന്ന ഒരു കേസാണിത്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾക്ക് അത് മാത്രമല്ല, ജുഡീഷ്യൽ സിസ്റ്റത്തിന് ഞാനൊക്കെ എത്രയോ വർഷങ്ങളായി ഈ സിസ്റ്റത്തിൽ ഞാൻ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എത്താവുന്ന ഏറ്റവും കൂടുതൽ അവർക്ക് നീതി കിട്ടാവുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ അതും കറക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ അതും തെറ്റാണെന്നോ ജനങ്ങൾക്ക് തോന്നാത്ത വിധത്തിൽ അതിനെ ശരിയായ രീതിയിലേക്ക് നയിക്കാൻ കഴിയുക, അതിൽ നിന്ന് കിട്ടുന്ന എസൻസ് നമ്മൾക്ക് കൃത്യമായും അത് ഞങ്ങളെ സംബന്ധിച്ച് അത് ഇപ്പൊ ലോവർ കോർട്ട് തെറ്റാണെങ്കിൽ ഹൈക്കോടതി നമ്മൾ അതിന് മുകളിലുള്ള കോടതിയിലേക്ക് പോകും. പിന്നെ അവിടുന്ന് അങ്ങനെ സുപ്രീം കോടതി വരെ പോകാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. എല്ലാ കേസും ചില കേസുകൾ താഴെ കോടതിയിൽ തോൽക്കുന്നത് നമ്മൾ സുപ്രീം കോടതി വരെ ചെല്ലുമ്പോൾ നമ്മൾ ജയിക്കും. അപ്പൊ അത് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അതിനങ്ങനെ കാണും. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ, പ്രൈവസിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ഹാഷ് വാല്യൂ മാരലും മെമ്മറി കാർഡിലെ ഈ രാഹുൽ ഉപയോഗിച്ച ടേം തന്നെ ആക്സസ് ചെയ്യുക എന്നത്. ആക്സസ് ചെയ്യുമ്പോൾ രാഹുൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു തരത്തിലും ഈ കോപ്പി ചെയ്യാനായിട്ട് ടാമ്പർ ചെയ്യേണ്ട കാര്യമില്ല. ആക്സസ് ചെയ്താൽ തന്നെ കോപ്പി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കോപ്പി ചെയ്ത് പോകുന്നത്, ടാമ്പർ ചെയ്യുക എന്ന് പറയുന്നത് ഈ കേസിനെ ബാധിക്കുന്ന കാര്യം. കോപ്പി ചെയ്യുക എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ പ്രൈവസിയെ ബാധിക്കുന്ന വിഷയം. അപ്പൊ കോപ്പി ചെയ്തിട്ടുണ്ടോ? തർക്കമില്ല, കറക്റ്റ് ആണ്, തർക്കമില്ല. ടാമ്പറിംഗ് എന്ന വാക്കില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. അല്ല, ഞാൻ അതൊന്നും ഉപയോഗിക്കണില്ല. ഞാൻ അവരുടെ പ്രൈവസിയെ, അവരുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പറയാം. അങ്ങനെ കോപ്പി ചെയ്താലാണ് ഒരു ആളുടെ ജീവിതകാലം മുഴുവൻ അത് ബാധിക്കുന്നത്. അത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അത് രാഹുൽ സമ്മതിക്കും, ശ്രീജിത്ത് സമ്മതിക്കും, ജോർജ് സാർ സമ്മതിക്കും, അപർണ സമ്മതിക്കും, അല്ലെ? ഈ നാട് മുഴുവൻ അത് സമ്മതിക്കുന്ന ഒരു കാര്യം. അതിനു വേണ്ടിയുള്ള ഒരു ഫൈറ്റാണ്. രാഹുലിന് അറിയാൽ എത്ര സമയമാണ് ഞാനിപ്പോ നമ്മളൊക്കെ ഈ കേസിന് വേണ്ടിയിട്ട് ചെയ്യണത്. നമ്മളൊരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. അതിലപ്പുറം ഇതിലൊന്നുമില്ല. എനിക്ക് വേറെ ഒരു ഇൻട്രസ്റ്റും. തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന, അൺഓതറൈസ്ഡ് ആക്സസ് എന്നുള്ളൊരു വാക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ ടാമ്പറിംഗ് എന്നുള്ളൊരു വാക്ക് മാറ്റി നിർത്തിയാൽ പോലും അൺഓതറൈസ്ഡ് ആക്സസ് ആകുമ്പോൾ അത് കോപ്പി ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്ന സ്വകാര്യത ലംഘനം അതിനകത്തുണ്ടാകുന്നുണ്ട്. അത് ഒരു വ്യക്തിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് അവകാശമാണ് ലംഘിക്കപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം അടക്കം ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഉണ്ടായിരിക്കുന്ന കോടതിയുടെ ഉത്തരവ് അതേത് തരത്തിൽ പ്രതിഭാഗം ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളെല്ലാം തള്ളപ്പെട്ടതുകൊണ്ട് അതെങ്ങനെ ഒരു തിരിച്ചടിയാകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിർണായക ഘട്ടത്തിലേക്ക് കേസ് കടന്നുകൊണ്ടിരിക്കുമ്പോൾ, വിചാരണ നടപടികൾ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇത് എത്രത്തോളം വലിയ തിരിച്ചടിയാകുന്നു? മറ്റൊരു തലത്തിലേക്ക് ഇത് പോകാൻ, ഒരുപക്ഷെ രാഹുൽ ആരോപിക്കുന്നത് പോലെ ഇതൊരു കേസ് നീണ്ടു പോകാനുള്ള തരത്തിലേക്ക് പോലും കാര്യങ്ങൾ വഴിവെട്ടുന്ന തരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് താങ്കൾ കരുതുന്നു? ചോദ്യം എന്നോടാണോ? അതെ ശ്രീജിത്ത്. അപർണ? അതെ, താങ്കളോട് തന്നെയാണ് ചോദിച്ചത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഈ ഒരു ചർച്ചയുടെ ക്യാപ്ഷൻ തന്നെ മിസ്ലീഡിംഗ് ആണ്. അതായത് ദിലീപിന് തിരിച്ചടി. ഇവിടെ ഈ പറയുന്ന വിക്ടിമിൻ്റെ അഭിഭാഷക ഇവിടെയുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അക്യൂസേഷൻ ഇല്ല, ദിലീപിനെതിരായിട്ട് ഇതിലൊരു അക്യൂസേഷൻ ഇല്ല, ദിലീപ് എവിടെയെങ്കിലും ആക്സസ് ചെയ്തു, അൺഓതറൈസ്ഡ് ആയിട്ട് ദിലീപിൻ്റെ അഭിഭാഷകൻ ആക്സസ് ചെയ്തു എന്നൊരു ആക്ഷേപം പോലും ഇല്ല. അപ്പം നിങ്ങൾ തന്നെ ചെയ്യുന്നത് അട്ടർ നോൺസെൻസ് ആണ്, അട്ടർ റബിഷ്. നിങ്ങളുടെ തന്നെ വാക്ക് നേരത്തെ കടമെടുത്ത് പറഞ്ഞു, അട്ടർ റബിഷ്നസ്, അട്ടർ നോൺസെൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. ദിലീപിന് തിരിച്ചടി. ഇതിലെങ്ങനെയാണ് ദിലീപിന് മാത്രം തിരിച്ചടിയാവുക? ഇത് പൾസർ സുനിക്ക് തിരിച്ചടിയല്ലേ അപർണ? അപ്പം ഞാൻ പറയട്ടെ, ഇതൊരു ഡിലേയിങ് ടാക്ടിക്സ് ആണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ മാത്രമല്ല, ഈ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ ഒരു അവെഞ്ചിങ് ഏഞ്ചൽ ആവണ്ട. പ്രോസിക്യൂട്ടറോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിൽ പറഞ്ഞതാണെന്നേ. എന്ത്? നിങ്ങൾ ഇരയുടെ മാലാക ചമയേണ്ട. നിങ്ങൾ ഇറ്റ് ഈസ് നോട്ട് ദ ഡ്യൂട്ടി ഓഫ് ദി പ്രോസിക്യൂട്ടർ ടു കൺവിക്ട് ഈച്ച് ആൻഡ് എവറി കേസ്. ഒരു കേസിൽ പിന്നെ അക്യൂസ്ഡ് ആവുന്ന ആളുകളെ എല്ലാവരെയും കൺവിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിയല്ല പ്രോസിക്യൂട്ടറുടെ എന്നുള്ളത് കൃത്യമായിട്ട് ഹൈക്കോടതി ഈ കേസിൽ
ഈ പ്രോസിക്യൂട്ടർമാരെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായി. നിങ്ങൾ ഇരയുടെ മാലാക ചമയേണ്ട. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? നിങ്ങൾ ഈ സ്റ്റേറ്റിനെ സഹായിക്കുക. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇവിടെ സ്റ്റേറ്റ് ആണല്ലോ രക്ഷകൻ, സ്റ്റേറ്റ് ആണല്ലോ ഒരാളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നത്. അപ്പം ആ സ്റ്റേറ്റിൻ്റെ ഒരു വക്താവ് മാത്രമാണ്. നിങ്ങളെ സഹായിച്ചാൽ മാത്രം മതി. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രതിക്കുള്ള അവകാശങ്ങളൊന്നും ഇവിടെ ആരും പറഞ്ഞു പോയിട്ടില്ല. എന്താണ് സ്പീഡി ട്രയൽ? സ്പീഡി ട്രയൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു പ്രതിയെ സംബന്ധിച്ച്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഒരു പ്രതിക്കാണ് എല്ലാ സംശയത്തിൻ്റെ ആനുകൂല്യങ്ങളും നൽകേണ്ടത് എന്നുള്ളത്. അതായത് പ്രോസിക്യൂഷൻ്റെ ഡ്യൂട്ടിയാണ് വിത്തൗട്ട് എനി റീസണബിൾ ഡൗട്ട് ഒരു കേസ് തെളിയിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു 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 പുകമറയുണ്ടാക്കി ഒരു ഘട്ടത്തിൽ ബാലചന്ദ്രകുമാർ വരുന്നു, ഒരു ഘട്ടത്തിൽ വേറൊരു ശരത്ത് വരുന്നു, ഒരു ഘട്ടത്തിൽ വേറെ ഒരു ബൈജു പൗലോസ് വരുന്നു, ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നു, ശ്രീജിത്തിലേക്ക് പോകുന്നു, ADGPയിലേക്ക് പോകുന്നു, മഞ്ജു വാര്യരിലേക്ക് പോകുന്നു. ഇത്തരത്തിൽ ഒരു ഡിലേയിങ് ടാക്ടിക്സ് കൊണ്ടുവന്നിട്ട് 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പീക്ക് ടൈമിൽ, ഏറ്റവും നല്ലൊരു സമയത്ത്, മലയാള ഇൻഡസ്ട്രിയിൽ, മലയാള സിനിമയിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയം, അദ്ദേഹം നിർമ്മാതാവായിട്ടാവട്ടെ, ഒരു തിയേറ്റർ ഓണറായിട്ടാവട്ടെ, ഒരു അഭിനേതാവായിട്ടാവട്ടെ, അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും നല്ലൊരു സമയത്ത് അദ്ദേഹത്തെ വേട്ടയാടാൻ ആ ഒരു ഡിലേയിങ് ടാക്ടിക്സ് ആക്കിയിട്ട് ഇയാളെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാനുള്ള ഒരു ശ്രമമാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. ഈ അഡ്വക്കേറ്റ് TB മിനി മാഡത്തിനോട് ഏറ്റവും ബഹുമാനത്തോടു കൂടി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് ഇതിൻ്റെ ഹാഷ് വാല്യൂ മാറിയതല്ല. എന്താ നിങ്ങൾ അന്വേഷിക്കേണ്ടത്? ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ആള് കൃത്യമായിട്ട് TV ചാനലുകളുടെ മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞു, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ വിഷ്വല് കാണിച്ചു എന്ന്. അപ്പോൾ ഏറ്റവും ആദ്യം അന്വേഷിക്കേണ്ടത് എന്താണ്? ഒരു മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഈ വിഷ്വല്, ഈ പറയുന്ന ആക്രമണത്തിൻ്റെ വിഷ്വല്, അതായത് ആർട്ടിക്കിൾ 21 പ്രകാരം ഒരാൾക്കുള്ള പ്രൈവസിയുടെ വിഷ്വല്, പുട്ടസ്വാമി കേസിൽ അതാണ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. ഒരു മനുഷ്യ ജീവന് നോട്ട് എ മിയർ അനിമൽ എക്സിസ്റ്റൻസ് ആണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് ആർട്ടിക്കിൾ 21 പ്രകാരം പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ജീവന് അവൻ്റെ മരണത്തേക്കാൾ വലുതാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പുട്ടസ്വാമി കേസിൽ അത് ആധാർ കേസിലും അത് വളരെ റീൻഫോഴ്സ് ചെയ്തു സുപ്രീം കോടതി, റീഇൻസ്റ്റേറ്റ് ചെയ്തു സുപ്രീം കോടതി, അല്ലേ? അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അഡ്വക്കേറ്റ് TB മിനി ബാലചന്ദ്രകുമാറിൻ്റെ ആ വെളിപ്പെടുത്തൽ അന്വേഷിക്കണം എന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് കേരള പോലീസും ക്രൈംബ്രാഞ്ചും മാധ്യമങ്ങളും പറഞ്ഞില്ല? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാർത്ഥിനികൾക്ക് ഈ ആക്രമണത്തിൻ്റെ ദൃശ്യം കാണിച്ചു. പിന്നെ ഇംഗ്ലണ്ടിൽ വെച്ച് ഒരാൾ ആക്സസ് ചെയ്തു. ഈ റീഇൻവെസ്റ്റിഗേഷനൊക്കെ നടക്കുന്നത്, തുടരന്വേഷണമൊക്കെ നടക്കുന്നത് ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ കൊണ്ടാണല്ലോ. അതേ ബാലചന്ദ്രകുമാറാണ് പറഞ്ഞത് ഇത് ആലപ്പുഴയിൽ കാണിച്ചു, ഇംഗ്ലണ്ടിലുള്ള ഒരാളുടെ ലാപ്ടോപ്പിലുണ്ടായിരുന്നു, എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കേവലം ഒരു ഹാഷ് വാല്യൂവിൽ 8ാം പ്രതിയെ കൊടുക്കാൻ വേണ്ടി ഒരു ഡിലേയിങ് ടാക്ടിക്സുമായിട്ട് ഹണിയം വർഗീസിനെ, അതായത് പ്രിൻസിപ്പൽ സെഷൻസ് പ്രത്യേക കോടതി ജഡ്ജിയെ ഒരു പ്രത്യേക ഒരു ചിത്രത്തിലേക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ വിധി ഇന്നതാവണം, ഇനിയിപ്പോൾ വിധി ഞങ്ങൾക്ക് അനുകൂലമല്ല എങ്കിൽ പോലും ഇയാളെ സാമൂഹികമായിട്ട് ഇല്ലാതെയാക്കണം ഈ 8ാം പ്രതിയെ എന്നുള്ളതാണ്. കേട്ടിട്ടില്ല. അല്ല, അതിനൊരു ക്ലിയർ ആകാൻ വേണ്ടി ചോദിക്കുന്ന, നേരത്തെ അഡ്വക്കേറ്റ് TB മിനി പറഞ്ഞതുപോലെ ഇതിനകത്ത് 8ാം പ്രതി അക്യൂസ്ഡ് അല്ല. 8ാം പ്രതിക്ക് ഇതിനകത്ത് റോളില്ല. ഈ വിഷയങ്ങൾ പബ്ലിക് ഡൊമൈനിൽ അല്ലെങ്കിൽ പബ്ലിക് ആക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് വിക്ടിമാണ്. പിന്നെ 8ാം പ്രതി ഇതിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഒരു വിഷയമാണെങ്കിൽ അങ്ങനെ ഒരു റോളിന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളൊരു സ്വാഭാവിക ചോദ്യം അതിനകത്ത് വരില്ലേ? ഞാൻ ചോദിക്കട്ടെ അപർണ, ഇതിലെ 1ാം പ്രതി എന്ന് പറയുന്ന പൾസർ സുനി 28ഓളം കേസിൽ എന്തിനാ മേനക സുരേഷിനെ വരെ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ പറയുന്ന കറക്കിയെടുത്ത് തട്ടിക്കൊണ്ടുപോയിട്ട് വില പേശിയിട്ട് അതിൽ മോചനദ്രവ്യവും കൊടുത്തിട്ട് കൊണ്ടുവന്ന കേസിൽ ഉൾപ്പെടെ പ്രതിയാണ്. 200 പൾസർ ബൈക്കുകൾ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ്. എത്രയോ കൊട്ടേഷൻ, 302 കേസ്, 302 പോലും ഈ അന്വേഷണ റിപ്പോർട്ട് രഹസ്യരേഖയാക്കി വെക്കണം എന്നുള്ളൊരു ആവശ്യം ദിലീപിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നെങ്കിൽ എന്തിന്?
നിർബന്ധമായിട്ട് ഞാൻ പറയാം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് ഇതിലെ എല്ലാ പ്രതികളും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ്. മാർട്ടിൻ ആവട്ടെ, പിന്നെ പൾസർ സുനി ആവട്ടെ, എല്ലാ പ്രതികൾക്കും പിന്നെ എന്താണ് ആന്റിസെഡൻസ് ഉണ്ട്. ഇവിടെ ദിലീപിന് മാത്രം ഇന്നേ വരെ ഒരു പെട്ടി കേസിൽ പോലും ഈ പറയുന്ന 8ാം പ്രതി പ്രതിയല്ല. മാത്രവുമല്ല, ഈ കേസിലും പുള്ളി പ്രതിയായിരുന്നില്ല. രണ്ടാമത്തെ ഒരു കുറ്റപത്രം വന്നിട്ടാണ് ഇയാളെ 8ാം പ്രതിയാക്കിയിട്ട് ചേർത്തുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ഞാനും അപർണയൊക്കെ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ, അപർണ നിങ്ങളിത് ചെയ്യുന്നേ. കാരണം 7 വർഷം ചെറിയ കാര്യമാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകയല്ലേ, നിങ്ങൾ മാധ്യമപ്രവർത്തകയാണ്. നിങ്ങളെ ഒരു വ്യാജ കേസിൽ പെടുത്തി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും എല്ലാ ഹർജിയിലും നിങ്ങൾ പോകും. എന്റെ കേസ് തീർക്കുന്നേ എന്ന് നമ്മൾ രണ്ടുപേരിൽ ആരാണെങ്കിലും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് പുറത്തു വരണമെന്നല്ലേ വിചാരിക്കുക. അന്വേഷണ റിപ്പോർട്ടിന്റെ വിഷയം രഹസ്യരേഖയായി വെക്കണമെന്ന് വിചാരിക്കുന്നതിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടല്ലോ ശ്രീജിത്ത്. അപർണയുടെ ഒരു കാര്യം പറയട്ടെ. അപർണ, ഈ കേസിന് തുടക്കം മുതൽ ഞാനുണ്ട്. അപ്പം അതിൽ വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതിയിൽ ഒരു വലിയൊരു ഡിബേറ്റ് നടന്നിരുന്നു. എന്താണെന്നറിയോ? വളരെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റും സുപ്രീം കോടതി പറഞ്ഞു. അതായത് ഈ മെമ്മറി കാർഡ് തൊണ്ടിയാണ്, തൊണ്ടി മുതൽ ആണെന്നുണ്ടെങ്കിൽ ഇത് ദിലീപിന് നൽകണം, അതായത് ദിലീപിന് കിട്ടണം. കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇത് തൊണ്ടിയാണോ ഇതൊരു രേഖയാണോ എന്നുള്ള വളരെ വലിയൊരു നിയമപരമായിട്ടുള്ള ചോദ്യം സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സർക്കാർ പറഞ്ഞു ഞങ്ങൾക്കൊരു മാസം തരണം, ഇത് തൊണ്ടിയാണോ ഇത് രേഖയാണോ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു വെള്ളക്കടലാസിൽ എന്തെങ്കിലും ഒരു വെള്ളക്കടലാസ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അവിടെ നിന്ന് ആക്സസ് ചെയ്യുന്ന സമയത്ത് അത് തൊണ്ടിയാണോ അത് രേഖയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. പ്രോസിക്യൂഷൻ പറഞ്ഞ അതായത് ടി ബി മിനി ചിരിക്കുന്നുണ്ട്. ടി ബി മിനിയോട് തന്നെ ചോദിക്കും, സുപ്രീം കോടതി ചോദിച്ച ചോദ്യം അത്, ഇത് തൊണ്ടിയാണോ ഇത് രേഖയാണെന്ന്, ഞങ്ങൾക്ക് ഒരു മാസം തരണം എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ആയിട്ട് അല്ല ആണെങ്കിൽ പോലും അപർണ, ഹലോ, കേൾക്കാം. ഞാൻ പറയില്ല. കാരണം ഈ ശ്രീജിത്തിന് ഇവിടെ ഇരുന്ന് എന്തും പറയാം, പക്ഷെ എനിക്കത് പറയാൻ ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഞാൻ ചിരിക്കണത് എന്താ വെച്ചാല്, ശ്രീജിത്ത് ഈ കേസ് പഠിച്ചിട്ടേ ഇല്ല എന്ന് ഞാൻ പറയും. കാരണം ഇതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാതിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കോടതിയോടുള്ള റെസ്പെക്ട് ഉണ്ടാകും. എനിക്ക് അങ്ങനെ ഇത് പറയരുത്, അത് പറയരുത്. പിന്നെ ഇത് ഇൻ ക്യാമറ ട്രയലാണ്. അവിടുത്തെ ഒരു കാര്യവും പുറത്തു പറയാൻ തൽക്കാലം എനിക്ക് അല്ല. ഒറ്റ കാര്യമാണ് ശ്രീ ടി ബി മിനി, ഇതിനകത്ത് കേസ് നീണ്ടുപോകുന്നത് കൊണ്ട് ഗുണമുണ്ടാകുന്നത് മറ്റാർക്കോ ആണ്, അല്ലെങ്കിൽ ആ ഒരു കോൺസ്പിറസി രാഹുൽ പറയുന്നത് കൂട്ടിച്ചേർത്ത് വായിക്കണം. ഈ രീതിയിൽ നിൽക്കുന്ന ഒരാളെ നോക്കൂ അപർണ, 7 വർഷമായ നിലയിൽ അപർണ എന്നോട് പറഞ്ഞത് ചർച്ചയ്ക്ക് വരണം. ഞാൻ ആ വിഷയത്തിൽ തന്നെയാണ്, ആ വിഷയമാണ് ഞാൻ ഇപ്പൊ ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ആ വിഷയമാണ്. അങ്ങനെ കേസ് നീണ്ടു പോകുന്നത് കൊണ്ട് ഗുണമുണ്ടാകുന്നത് ആർക്കാണ്? മുഴുവനും തെറ്റാണ്. എനിക്ക് അതിനെ റിബട്ട് ചെയ്തിട്ട് ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അല്ല മാഡം നമ്മുടെ മെമ്മറി കാർഡ് ഒരു തൊണ്ടിയാണോ ഒരു രേഖയാണോ? ഈ മാഡം ഈ കേസിലേക്ക് ട്രയൽ കോടതിയിൽ നിൽക്കുന്നത് കൊണ്ട് അഡ്വക്കേറ്റ് ടി ബി മിനിക്ക് പറയാനുള്ള അതിന്റെ ഒരു സാങ്കേതിക തടസ്സമുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് ശ്രീജിലേക്ക് തിരികെ എത്താം. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഇതിനകത്ത് അഡ്വക്കേറ്റ് ടി ബി മിനിയുടെ പരിമിതി ഇതിനകത്ത് മനസ്സിലാക്കുന്നത് അവർ ട്രയൽ കോടതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ട് കൂടിയാണ്. അത് മാനിച്ചേ പറ്റുകയുള്ളൂ. തിരികെ എത്താം വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജോർജ് ജോസഫ്, കേസ് നീണ്ടുപോകുന്നത് ദിലീപിനെ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നുള്ളൊരു വാദമുണ്ടല്ലോ. അതിനെ ഏത് തരത്തിലാണ് കാണേണ്ടത്? കൂടെ നിൽക്കേണ്ട സാക്ഷികൾ പോലും മൊഴി മാറ്റി പറയുകയും പക്ഷം മാറുകയും ചെയ്ത ഒരു കേസാണ്. നേരത്തെ അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞതുപോലെ പ്രകൃതിയിൽ നിന്ന് വന്നതാണ് പിന്നെ ഉള്ള തെളിവുകൾ. അതുകൊണ്ട് തന്നെ വൈകിയാലും കൃത്യമായ അന്വേഷണം നടക്കണം. അന്വേഷണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ അന്വേഷണങ്ങളിലേക്ക് പോവുകയും വേണം. അതല്ലാതെ വളരെ പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തി ഇത് അവസാനിപ്പിച്ച് ഒരാൾക്ക് ക്ലീൻ ചിറ്റ് കൊടുത്ത് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു വിഭാഗത്തിന്റെ ആവശ്യം മാത്രമാണോ പ്രതിഫലിക്കുന്നത് അങ്ങനെ ഒരു ആരോപണത്തിന് പിന്നിൽ? ഇല്ല, അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് പറയുന്നതേ ഉള്ളൂ. നമുക്ക് ടി ബി ചന്ദ്രശേഖരന്റെ അത് നമ്മൾ കണ്ടല്ലോ.
2009 തുടങ്ങിയ 15 വർഷത്തിന് ശേഷം ഇപ്പോഴും 2 പേരെ പ്രതിയാക്കി. ഇനിയും വരും, അതിനകത്ത് ഇനി ബാക്കി അന്വേഷണം വരും, വർഷങ്ങൾ നീളും. ചില കേസിനകത്ത് ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉള്ള പ്രശ്നമാണ്. ഇവിടിനകത്ത് നേരത്തെ ശ്രീജിത്ത് പെരുമന പറഞ്ഞത് അത് സുപ്രീം കോടതി പറഞ്ഞ് ഇത് തൊണ്ടിയാണോ ഇത് രേഖയാണോ എന്ന്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ സുപ്രീം കോടതിയുടെ വളരെ ഇന്റലക്ച്വൽ ആയിട്ടൊരു ചോദ്യമാണത്. ഇത് ദൃശ്യമാണ്. അപ്പൊ അതൊരു പെൻഡ്രൈവിനകത്താണ് ഇപ്പൊ ആക്കിയിരിക്കുന്നത്. അപ്പൊ അത് മെറ്റീരിയൽ ഓബ്ജക്റ്റ് ആയിട്ടാണ് പോലീസ് എടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എമ്മോ തൊണ്ടിയാണ്. പക്ഷെ തൊണ്ടിക്കകത്ത് രേഖയുണ്ടെന്നാണ് ഞാനിപ്പം പറയുന്നത്. അതിനകത്തുള്ള രേഖ എന്ന് പറഞ്ഞാൽ ആ ദൃശ്യങ്ങളാണ്. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ എനിക്ക് അതൊരു കൗതുകം തോന്നി. കാരണം സുപ്രീം കോടതി വളരെ ഇന്റലക്ച്വൽ ആയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് തൊണ്ടിയാണോ രേഖയാണോ നമുക്ക് പറയാനും പറ്റില്ലാത്തൊരു സ്റ്റേജിന് ശേഷമാണ്. അതുപോലെ ഇത് ഒരു അക്സസ് വന്നാലും രാഹുൽ ഈശ്വർ അക്സസ് ടാമ്പറിംഗ് എന്ന് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് അക്സസ് ആയാലും ശരി, അത് എന്തായാലും അതൊരു ടാമ്പറിംഗ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ ഒക്കുള്ളൂ. അതിപ്പം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കകത്ത് അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ കൈയിരിക്കുന്ന ഒരു പെട്ടിക്കകത്ത് ഞാൻ കൈയിട്ടാൽ അത് ടാമ്പറിംഗ് തന്നെയാണ്. അതൊരു അക്സസ് ആണെന്ന് പറഞ്ഞാലും അതൊരു ടാമ്പറിംഗ് ആണ്. എന്തായാലും ഇത് അതിനാൾ നീളാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കോടതി ഇതിനകത്ത് ഇപ്പം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപ്പറ്റി നമ്മളിപ്പം ഒരു കമന്റും പറയാനൊക്കില്ല. കാരണം ഇതൊരു ട്രയൽ നമ്മൾ ഇൻ ക്യാമറ പ്രൊസീഡിംഗ് നടത്തുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതൊക്കെ. കാരണം അതിലപ്പുറത്തൊരു മിനി അത്ര ശ്രദ്ധിച്ചാണ് അഡ്വക്കേറ്റ് മിനിയും അത് പറയുന്നത്. നമുക്ക് കോടതി ട്രയലാണ്, ഇൻ ക്യാമറയാണ്, അതേപ്പറ്റി ഒന്നും നമ്മൾ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇപ്പൊ ഹൈക്കോടതിയുടെ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഹൈക്കോടതി അത് പറഞ്ഞിട്ടുണ്ട്, ഇതുമായിട്ട് ബന്ധമില്ല. പക്ഷെ എങ്കിലും അത് ടാമ്പറിംഗ് ആണോ അക്സസ് ആയാലും ശരി, അതേപ്പറ്റി അതിജീവിത പറഞ്ഞപ്പം അതേപ്പറ്റി ഒരു അന്വേഷണം വന്നിരിക്കുന്നു. ഇപ്പം അത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വന്ന് അതിനകത്ത് കഴമ്പുണ്ടെന്ന് ഹൈക്കോടതിക്ക് തോന്നി. അതുകൊണ്ടാണ് അതിനൊരു കമ്മീഷനെ കൊണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി അതേപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ. അങ്ങനെ ഒരു പ്രീസിഡന്റ് വളരെ ചുരുക്കമായ സംഭവങ്ങളാണ് ഈ കാര്യത്തിൽ. മെറ്റീരിയൽ ഓബ്ജക്റ്റ് സാധാരണ ടാമ്പർ ചെയ്യാനുള്ള അവസരം കിട്ടാറേ ഇല്ല. പക്ഷെ ഇവിടെ അക്സസ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപ്പറ്റി കോടതിക്ക് ബോധ്യമുണ്ട്. ഹൈക്കോടതിക്ക് അവർ ആരോപണം അല്ല, അതിനെപ്പറ്റി അന്വേഷിക്കട്ടെ. അതിനകത്തൊരു കാരണം 3 ഡേറ്റിനകത്ത് ആ പെൻഡ്രൈവിനകത്ത് 3 ഡേറ്റിൽ അക്സസ് വന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ വന്നു കോടതിക്കകത്തിരിക്കുന്നത്? അപ്പൊ അതേപ്പറ്റി ഹൈക്കോടതി അന്വേഷിച്ചില്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അത് അന്വേഷിച്ച് റിപ്പോർട്ട് ആകുന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ കോപ്പി വരുമ്പോൾ നമുക്ക് അതിനകത്ത് എന്താണ് ആ റിപ്പോർട്ടിൽ. പക്ഷെ അതുകൊണ്ട് പ്രതിഭാഗം അല്ലെങ്കിൽ വാദിഭാഗം അവര് തൃപ്തിയാവും എന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, റൈറ്റ്. രാഹുൽ, അതിനകത്ത് ഈ അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറയുന്നത് 3 ഡേറ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയമെന്നാണ്. ഹൈക്കോടതിക്ക് ഇതൊരു ആരോപണമായിട്ടല്ല, ഇതിനകത്ത് ഈ ആവശ്യത്തിനകത്ത് കഴമ്പുണ്ടെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണല്ലോ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. നേരത്തെ രാഹുൽ പറഞ്ഞു വരുന്ന വിഷയം തന്നെ കൂടുതൽ അന്വേഷണങ്ങൾ വരിക, കൂടുതൽ ഉത്തരവുകളിലേക്ക് കടക്കുക, അങ്ങനെ ഒരു വളരെ ടാക്ട്ഫുൾ ആയിട്ട് ഇത് കേസ് തന്നെ ഡിലേ ചെയ്തു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുക എന്ന് പറയുമ്പോൾ വൈകിയാണെങ്കിലും നീതിയായിട്ട് തന്നെ കിട്ടണം എന്നുള്ള ഒരു തത്വമുണ്ടല്ലോ, അത് ലംഘിക്കപ്പെടില്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, നമ്മൾ 5 പേരും, അപർണയടക്കം, മിനി മാഡം അടക്കം, ജോർജ് സാർ അടക്കം, ശ്രീജിത്ത് പെരുമേൻ അടക്കം, നമുക്കെല്ലാം അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അതിജീവിതയ്ക്ക് നീതി കിട്ടണമെങ്കിൽ ശ്രീ ദിലീപിനെ കള്ളക്കേസിൽ കൊടുക്കണമെന്ന് പറയുന്നതിന് എന്താ ന്യായം? അതിജീവിതയ്ക്ക് നീതി കിട്ടണം, പൾസർ സുനി ശിക്ഷിക്കപ്പെടണം, പൾസർ സുനി ഈ ഹീനകൃത്യത്തിന് സപ്പോർട്ട് ചെയ്തവരെ ഉറപ്പായിട്ട് ശിക്ഷിക്കണം. അതിജീവിതയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി തന്നെയാണ് എല്ലാവരും ഉള്ളത്. പക്ഷെ അതിജീവിതയ്ക്ക് നീതി കിട്ടണമെങ്കിൽ ശ്രീ ദിലീപിനെ കള്ളക്കേസിൽ, ഇല്ലാത്ത കേസിൽ കുടുക്കിയേ പറ്റൂ എന്ന് പറയുന്നതിനാണ് ലോജിക്കില്ലായ്മ. അവിടെയാണ് വളരെ ക്ലെവറായിട്ട് മിനി മാഡം ഇവരൊന്നും അല്ല. രാഹുൽ പറഞ്ഞു വരുമ്പോൾ ദിലീപിന് ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു അവസ്ഥയിലാണ് പറഞ്ഞു വരുന്നത് പോലെ ഞാൻ ഈ പറഞ്ഞു വരുന്ന ഒന്നുകൂടെ വ്യക്തമായി പറയാം. ശ്രീ ദിലീപിന് ഈ കേസിൽ എന്റെ സൈഡിൽ ഒരു കടുകുമണിയില്ല, കടുകുമണിയോളം പോലും ബന്ധമില്ല. ആ ബന്ധമില്ല എന്നുള്ളതിന് ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയാനുള്ള തെളിവ് ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് ഒരു ഫേക്ക് ഫോട്ടോഷോപ്പ് വെച്ച് ഒരിക്കലും കോടതിയിൽ സബ്മിറ്റ് ചെയ്യില്ല. അതായത് ആലോചിച്ച് നോക്കണം, ശ്രീമതി അപർണ ആലോചിച്ച് നോക്കണം, വ്യാജ ഫോട്ടോഷോപ്പ് പോലീസ് ചെയ്തു. എന്നിട്ട് ആ ഫോട്ടോഷോപ്പിലെ ഫോട്ടോ ദേശാഭിമാനി മുതൽ മനോരമ വരെ ഉള്ളവർക്ക് പോലീസ് അയച്ചു കൊടുത്തു. ആ വ്യാജ ഫോട്ടോ ഇപ്പോഴും കിടപ്പുണ്ട്. ശ്രീ ദിലീപിന്റെ നീല ഷർട്ടിന്റെ പെയിന്റ് എടുത്ത് വേറൊരു ഫോട്ടോയിൽ എഴുതി ചേർത്തു. എന്നിട്ട് പൾസർ സുനിയും ശ്രീ ദിലീപും കൊണ്ടുണ്ടായാൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. പോലീസിന്റെ കടുകുമണിയോളം തെളിവുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കള്ളം ചെയ്യില്ല. ഇതെല്ലാം നാളെ തിരിച്ചു വരും. ശ്രീമതി അപർണയ്ക്ക് വെറുതെ ദിലീപ് പൾസർ സുനി ഫോട്ടോ അടിച്ചു നോക്കിയാൽ ഈ ഫോട്ടോ കാണാം. ദിലീപ് നിൽക്കുന്ന ഒരു ഫോട്ടോ, ദൂരെ 2 പേര് നിൽക്കുന്ന ഫോട്ടോ, അതിനോടൊപ്പം വേറൊരു ഫോട്ടോ ചേർത്ത് വെച്ചു. പൾസർ സുനിയെ കാണാതെ
ഇപ്പോ ഈ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തതടക്കം ഈ രീതിയിലുള്ള അന്വേഷണ റിപ്പോർട്ട് തീർച്ചയായും വേണം. എനിക്ക് തോന്നുന്നു മിനി മാഡത്തിന് ഒരു പക്ഷേ ഓർമ്മ കാണും, ഞങ്ങൾ നികേഷ് സാറിനോടൊക്കെ വരുമ്പോൾ നമ്മൾ സ്ഥിരം പറയും ഒരു കാര്യം, അൺഓതറൈസ്ഡ് ആക്സസ് ആരാണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയണം. അങ്ങനെ ചെയ്തത് ശരിയല്ലെങ്കിൽ മിനി മാഡം വളരെ ശരിയായി സൂചിപ്പിച്ച പോലെ അവർക്ക് ശിക്ഷയും വേണം. അതിനൊന്നും ആർക്കും തർക്കമില്ല. ഈ പ്രധാന ട്രയലുമായിട്ട് ഇതിന് ബന്ധവുമില്ല. അതായത് 3-4 മാസത്തിനുള്ളിൽ തീരുകയും ചെയ്യും. ഇനി ആരെങ്കിലും ചെയ്തെങ്കിൽ വേണം. പക്ഷേ സാധാരണക്കാർക്ക് സംശയം തോന്നാൻ കഴിയുന്ന സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞാൽ ഇത് വെച്ച് ജഡ്ജി ഹണി വർഗീസിനെ അടക്കം മോശവൽക്കരിക്കുക, അല്ലെങ്കിൽ ഈ കോടതിയിലെ ആരോ ഒരാൾ, കോടതിയിലെ ഒരു പ്രത്യേക ആൾ ഇത് അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് കോടതിയിൽ വിശ്വാസമില്ല, വീണ്ടും മാറണമെന്ന് പറയുക. ലഘൂകരിച്ച് ഇത് കോടതി കാണുന്നില്ല എന്നുള്ളതിന് രാഹുൽ പറഞ്ഞ പോലെ കോടതി ഇത്രയും ലഘൂകരിച്ചതിനകത്ത് കാണുന്നില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറാൻ ഏൽപ്പിച്ചത് തന്നെ. നീണ്ടുപോകുന്ന കേസ്, അന്വേഷണം സ്വാധീനിക്കപ്പെട്ട വഴികൾ, ആരോപണം ഉയർന്നത് എല്ലാ തലങ്ങളിലുമുള്ളവരെ സ്വാധീനിക്കുന്നു എന്ന തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പലതവണ ഉയർന്നതാണ്. ഏതായാലും വിചാരണയുടെ അന്തിമഘട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ നീതി എത്ര അകലെയാണ് അല്ലെങ്കിൽ എത്ര അടുത്താണ് എന്നുള്ളൊരു ചോദ്യമാണ് ബാക്കിയായത്. അതിനകത്ത് ഇത് തിരിച്ചടിയാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. വളരെ വിപുലമായിട്ടുള്ളൊരു കേസായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു മണിക്കൂറിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. വീണ്ടും പാനലിസ്റ്റുകൾക്ക് തിരികെ വരാൻ കഴിയാത്തത് സമയപരിമിതി കൂടിയാണ്. ദയവായി അതിൽ ക്ഷമിക്കുക. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന, ശ്രീ ജോർജ് ജോസഫ്, ടി ബി മിനി, ഒപ്പം രാഹുൽ ഈശ്വർ ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു അന്ത്യചർച്ച. നമസ്കാരം. കയ്യിലെ പണം